സെക്കൻഡ് സെമസ്റ്ററിലെ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന സബ്ജക്ട്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബേസിക്കായിട്ട് എൻവിറോൺമെൻറ്റിനെ കുറിച്ചിട്ടും ഉള്ള ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് എൻവിറോൺമെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കേട്ടോ. സോ എൻവിറോൺമെൻറ്റ് ഈസ് എ സറൗണ്ടിങ് എക്സ്റ്റേണൽ കണ്ടീഷൻ ഇൻഫ്ലുവൻസിങ് ഡെവലപ്മെൻറ്റ് ഓർ ഗ്രോത്ത് ഓഫ് പീപ്പിൾ, ആനിമൽസ് ഓർ പ്ലാന്റ്സ്. അതായത് ഈ ഒരു എർത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരായിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എക്സ്റ്റേണൽ കണ്ടീഷൻസിനെയാണ് നമ്മൾ എൻവിറോൺമെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ എന്ത് വേണം? ഓക്സിജൻ വേണം, വാട്ടർ വേണം, അല്ലേ? നല്ല ക്ലൈമറ്റ് വേണം. സോ അപ്പം അങ്ങനെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് നമ്മളെ സറൗണ്ടിങ്ങിലുണ്ടല്ലോ. ആക്ച്വലി ഇത് തന്നെയാണ് എൻവിറോൺമെൻറ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ എൻവിറോൺമെൻറ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പം ആനിമൽസിനായാലും പ്ലാന്റ്സിനായാലും ഹ്യൂമൻ ബീയിങ്സിനായാലും ഒക്കെ എന്ത് വേണം? ഫേവറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ നല്ലൊരു എക്സ്റ്റേണൽ കണ്ടീഷൻ ആവശ്യമുണ്ട്. സോ അപ്പോൾ ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു സറൗണ്ടിങ് ഇല്ലാതെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. അത് പ്ലാന്റ്സിൻ്റെ കേസിലായാലും ആനിമൽസിൻ്റെ കേസിലായാലും ഒക്കെ ഫേവറബിൾ കണ്ടീഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതുപോലുള്ള സ്യൂട്ടബിൾ ഒരു സറൗണ്ടിങ് ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നത്. സോ അപ്പോൾ ആക്ച്വലി അതാണ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് രണ്ട് തിങ്സാണ് ഉണ്ടാവും. ഒന്ന് ലിവിങ് തിങ്സും ഉണ്ടാവും, നോൺ ലിവിങ് തിങ്സും ഉണ്ടാവും. പ്ലാന്റ്സ്, ആനിമൽസ്, ഇൻസെക്ട്സ്, ബേർഡ്സ് ഇതൊക്കെയാണ് ലിവിങ് തിങ്സിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുള്ള മിനറൽസ്, സോയിൽ, ലൈറ്റ്, ടെമ്പറേച്ചർ, എയർ ഇതൊക്കെയാണ് നോൺ ലിവിങ് തിങ്സിൽ വരുന്നത്. അപ്പോൾ നമ്മളൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു സറൗണ്ടിങ്, ഒരു എൻവിറോൺമെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഈ ലിവിങ് തിങ്സ് പ്ലസ് നോൺ ലിവിങ് തിങ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് എൻവിറോൺമെൻറ്റിലുള്ള രണ്ട് കോമ്പണൻസ് ആണ് എബിയോട്ടിക് ഫാക്ടേഴ്സും ബയോട്ടിക് ഫാക്ടേഴ്സും. സോ ടെമ്പറേച്ചർ, ലൈറ്റ്, റെയിൻഫോൾ, സോയിൽ, മിനറൽസ് പോലെയുള്ള നോൺ ലിവിങ് തിങ്സിനെയാണ് എബിയോട്ടിക് എന്ന് പറയുന്നത് നമ്മൾ, അതായത് ജീവനില്ലാത്തത്. അത് തന്നെ എന്താണ് ലിവിങ് ആവുമ്പം അതിലെന്ത് വരും? നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് നമ്മുടെ ചുറ്റുമുള്ള ബയോട്ടിക്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സും നമ്മുടെ എൻവിറോൺമെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റിലേക്ക് പോകാൻ പോകുന്നത്, എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. സോ അപ്പോൾ എന്താണ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ എൻവിറോൺമെൻറ്റിനെ കുറിച്ചുള്ള നോളേജ് കൊടുക്കുക, ആ ഒരു അവെയർനെസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെയാണ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എയിം ചെയ്യുന്ന കാര്യം. അതായത് ഇപ്പോൾ നമ്മൾ പൊതുവെ സയൻസ് പഠിക്കുന്നുണ്ട്, മാത്സ് അങ്ങനെ ഓരോ സബ്ജക്ട്സും പഠിക്കുന്നുണ്ട് അല്ലേ. അതെന്താണ്? ആ സബ്ജക്ട്സിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു അവെയർനെസ്സും നോളേജും കിട്ടാനല്ലേ. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അപ്പോൾ എൻവിറോൺമെൻറ്റിനെ കുറിച്ച് നോളേജ് വേണം, അതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് വേണം, അവെയർനെസ് വേണം. അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് പൊല്യൂഷൻസും അതുപോലെ ഡീഗ്രഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് ഈ എൻവിറോൺമെൻറ്റ് കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള അവെയർനെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട്. സോ അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടും എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹാർട്ടിൽ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ ഡെഫിനിഷൻസ്, അതായത് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളെ ചുറ്റുമുള്ള എൻവിറോൺമെൻറ്റിനെ കുറിച്ച്, നിലവിലുള്ള ഇഷ്യൂസിനെ കുറിച്ച് ഒക്കെ എല്ലാവരിലേക്കും അവെയർനെസ് എത്തിക്കുക. ഹൗ ടു പ്രൊട്ടക്റ്റ്, ഹൗ ടു പ്രിവെൻറ്റ്, ഹൗ ടു എലിമിനേറ്റ് പൊല്യൂഷൻ, അല്ലെങ്കിൽ ഹൗ ടു റെഡ്യൂസ് പൊല്യൂഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആളുകൾക്ക് പ്രോപ്പർ അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ഒരു മേജർ എയിമായിട്ട് നമ്മൾ പറയുന്നത്. എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ മെയിനായിട്ട് 3 കോൺസെപ്റ്റാണുള്ളത്. ഒന്ന് എഡ്യൂക്കേഷൻ ഫോർ ദ എൻവിറോൺമെൻറ്റ്, ദെൻ എഡ്യൂക്കേഷൻ എബൌട്ട് ദ എൻവിറോൺമെൻറ്റ്, ദെൻ എഡ്യൂക്കേഷൻ ത്രൂ ദി എൻവിറോൺമെൻറ്റ്. ഈ 3 കോൺസെപ്റ്റിലൂടെയാണ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആളുകളിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷൻ ഫോർ ദ എൻവിറോൺമെൻറ്റ് ആണ്. അതായത് എൻവിറോൺമെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് എൻവിറോൺമെൻറ്റ് നിലവിലുള്ള അവസ്ഥകൾ, ഇഷ്യൂസ്, പൊല്യൂഷൻ, അതിൻ്റെ ഏറ്റവും ജീർണിച്ച അവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മൾ അവെയർനെസ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടി പ്രവർത്തിക്കാൻ തോന്നും അല്ലേ. അങ്ങനെ എൻവിറോൺമെൻറ്റിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെയാണ് എഡ്യൂക്കേഷൻ ഫോർ ദ എൻവിറോൺമെൻറ്റ് എന്നുള്ളൊരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ദെൻ എഡ്യൂക്കേഷൻ എബൌട്ട് ദ എൻവിറോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുക. അതായത് എൻവിറോൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, എൻവിറോൺമെൻറ്റിൻ്റെ കൺസർവേഷൻസ്, ഔട്ട്ഡോർസ് ആക്ടിവിറ്റീസ്, നാച്ചുറൽ റിസോഴ്സസ്, അങ്ങനെ ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് എൻവിറോൺമെൻറ്റ് എബൌട്ട് ദി എഡ്യൂക്കേഷൻ എബൌട്ട് ദ എൻവിറോൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ ത്രൂ ദ എൻവിറോൺമെൻറ്റ് മീൻസ് ത്രൂ എ പ്രാക്ടിക്കൽ നോളേജ് നമ്മൾ എന്ത് ചെയ്യാണ്, ത്രൂ എ ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ എൻവിറോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് എഡ്യൂക്കേഷൻ ത്രൂ ദി എൻവിറോൺമെൻറ്റ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഇങ്ങനെ നമ്മൾ എഡ്യൂക്കേഷൻ ത്രൂ ദി എൻവിറോൺമെൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാനും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടാനും കുറച്ചുകൂടി നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെ എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം പൊല്യൂഷൻസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള 3 കോൺസെപ്റ്റ്സ് ഓഫ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. ഒന്ന് എഡ്യൂക്കേഷൻ ഫോർ ദ എൻവിറോൺമെൻറ്റ്, ദെൻ എഡ്യൂക്കേഷൻ എബൌട്ട് ദ എൻവിറോൺമെൻറ്റ്, ദെൻ എഡ്യൂക്കേഷൻ ത്രൂ ദി എൻവിറോൺമെൻറ്റ്. ഈ 3 കോൺസെപ്റ്റ്സും എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പഠിക്കുന്ന സമയത്ത് ഈ 3 രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻവിറോൺമെൻറ്റിൻ്റെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, നീഡ്സ്, ഇമ്പോർട്ടൻസ്, സ്കോപ്പ് കാര്യങ്ങളൊക്കെയാണ്. മെയിനായിട്ടുള്ള ഗോൾസ് ഓഫ് എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഹൗ ടു കൺസേർവ് എൻവിറോൺമെൻറ്റ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആളുകളിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഗോളായിട്ട് പറയുന്നത്. ദെൻ എൻവിറോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതും എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ത്രൂ നമ്മൾ എയിം ചെയ്യുന്നൊരു ഗോളാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗോളായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും. ഇപ്പം നമുക്കറിയാം ഒരു കൺട്രി ആകുമ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. എപ്പോഴും ഡെവലപ്ഡ് ആവണമെങ്കിൽ കൂടുതൽ ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഒക്കെ വരേണ്ടതുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാവും, അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാവും, അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് പ്രോപ്പർ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആവശ്യമായിട്ട് വരും. സോ അപ്പോൾ അതൊക്കെ കൊടുത്ത് ആളുകളെ അവെയർ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗോളായിട്ട് പറയുന്നത്. നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷനാണ്. എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൻവിറോൺമെൻറ്റിനെ കുറിച്ചുള്ള അവെയർനെസ് കൊടുക്കുക, എൻവിറോൺമെൻറ്റ് നോളേജ് കൊടുക്കുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യിപ്പിക്കുക. അതായത് എൻവിറോൺമെൻറ്റ് ഇപ്പം നമ്മൾ പൊതുവെ എന്താണ്, നമ്മളെ വീട്, നമ്മുടെ ചുറ്റുപാട്, ഇത് മാത്രമാണല്ലേ നമ്മുടെ ഒരു മുറ്റം കാര്യങ്ങൾ, ഇത് മാത്രമാണ് നമുക്കെപ്പോഴും നമ്മുടെ ലോകം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ടോട്ടൽ എൻവിറോൺമെൻറ്റിനെ നമ്മൾ പരിഗണിക്കണം. അപ്പം എവിടെയെങ്കിലും ഇപ്പം നമ്മുടെ രാജ്യത്തോ ലോകത്തോ എവിടെയെങ്കിലും ഒരു എൻവിറോൺമെൻറ്റ് നശിക്കുന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ എൻവിറോൺമെൻറ്റിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. നമ്മൾ കുറച്ചുകൂടി ഇതുപോലെയുള്ള എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ത്രൂ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ പാർട്ടിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അവെയർനെസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ എൻവിറോൺമെൻറ്റിനെ കുറിച്ചും അതിൻ്റെ ടോട്ടൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ടൊക്കെയുള്ള അവെയർനെസ് കൊടുക്കുക. അതായത് നമ്മുടെ എൻവിറോൺമെൻറ്റ് ഭയങ്കര സെൻസിറ്റീവാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലും അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി മാറ്റിയാൽ തന്നെ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ആവുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ദെൻ പ്രോപ്പറായിട്ടുള്ള നോളേജ് കൊടുക്കുക. അതായത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്ങനെ അതിനെ പ്രിസർവ് ചെയ്യണം, എങ്ങനെ കൺസേർവ് ചെയ്യണം, നാച്ചുറൽ റിസോഴ്സസിനെ എങ്ങനെ യൂസ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പ്രോപ്പറായിട്ടുള്ള നോളേജ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് ആറ്റിറ്റ്യൂഡ്, അതായത് എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ അവകാശമാണ് എന്നുള്ള രീതിയിൽ അവരുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ്, എൻവിറോൺമെൻറ്റൽ ആക്ടിവിറ്റീസിൽ എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് റിസൊല്യൂഷൻസിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ മെഷേഴ്സ് കാര്യങ്ങൾ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവിൽ നമ്മൾ കാണുന്നതാണ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. സോ അപ്പോൾ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ. അതായത് അധികം കുട്ടികൾ എന്താണ്
എന്ന ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പലരും എൻവിറോൺമെൻറ്റിനെ കുറിച്ച് അവെയർ ആവുകയോ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. സോ അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് എൻവിറോൺമെൻറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അവെയർനെസ്സും കുട്ടികളിൽ എത്തിക്കുകയും അതുപോലെ തന്നെ ഒരു എൻവിറോൺമെൻറ്റിൻ്റെ പ്രോപ്പർ ഡെവലപ്മെൻറ്റിന് എല്ലാവരും കൂടെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. അപ്പം ആളുകൾ അവെയർ ആവുമ്പോഴാണ് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ആവുക അല്ലേ. ഇപ്പം ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ വീട്ടിലെ ആളുകളും അങ്ങനെ വിചാരിച്ച് എന്ത് ചെയ്യും, ചുറ്റുപാട് നന്നാവും അല്ലേ. അതായത് പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക, കത്തിക്കാതിരിക്കുക, അതുപോലെ തന്നെ വാട്ടർ കാര്യങ്ങളൊക്കെ മിനിമലായിട്ട് യൂസ് ചെയ്യുക, വേസ്റ്റേജ് തടയുക, ഇങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഓരോ വീട്ടിലുള്ളവർ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു സൊസൈറ്റി ഫുള്ള് നന്നാവും അല്ലേ. അപ്പോൾ നമുക്കൊരു കൺട്രി ഫുള്ള് നന്നാവും, നമുക്ക് അങ്ങനെ വേൾഡ് ഫുള്ള് നന്നാക്കാൻ പറ്റും. അപ്പോൾ എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ഡിഫറെൻറ്റ് സ്കോപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡിഫറെൻറ്റ് സ്കോപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആളുകൾക്ക് അവെയർനെസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ കിട്ടാനും നമ്മുടെ സ്കിൽസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും പ്രോപ്പർ ആറ്റിറ്റ്യൂഡ് ഇവാലുവേഷൻസ് കാര്യങ്ങൾ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.